നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന ബജറ്റിൽ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പ്രഖ്യാപനങ്ങളാണ് ഉൾപ്പെട്ടത്. ബാലഗോപാലിന്റെ 5ാമത്തെ ബജറ്റാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനപ്രിയ ബജറ്റിനാണ് സാധ്യതയെന്ന് കരുതിയെങ്കിൽ ഭൂനികുതി അടക്കം കുത്തനെ ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണുള്ളത്. ക്ഷേമ പെൻഷനിൽ വർധനയില്ല. നിലവിൽ 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. കുടിശ്ശിക 3 എണ്ണം സമയബന്ധിതമായി കൊടുത്തു തീർക്കും. മെഡിസെപ്പ് പദ്ധതി തുടരുന്നതിന് ജീവനക്കാരുമായി ചർച്ച നടത്തും. വയനാട് പുനരധിവാസത്തിൽ 750 കോടിയും അനുവദിച്ചു. സർക്കാർ വാഹനങ്ങൾ മാറ്റിവാങ്ങാൻ 100 കോടി വകയിരുത്തി. അതാണ് ഇതിലേറെ ശ്രദ്ധേയം. കാരണം ഇതിനു മുൻപും സർക്കാരിന്റെ ആർഭാടത്തെക്കുറിച്ച് പല വിവാദങ്ങളും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പഴയ വാഹനങ്ങളെല്ലാം മാറ്റിവാങ്ങാൻ 100 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തതായിട്ടാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിചിത്ര അവകാശവാദം ഉന്നയിച്ചത് ഇന്നത്തെ ബജറ്റ് അവതരണത്തിലായിരുന്നു. കേരളം ഇപ്പോൾ അതിവേഗം വളർച്ചയുടെ പാതയിലാണ് യാത്ര ചെയ്യുന്നതെന്നും സംസ്ഥാനത്തെ ധനകാര്യ സാഹചര്യം സ്ഥിരതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമായിരിക്കുകയാണെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. കേരളം സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നുപോയെങ്കിലും ഇനി ടേക്ക് ഓഫ് ഘട്ടത്തിലാണ്. ഇതായിരുന്നു മന്ത്രിയുടെ മറുപടി. എന്നാൽ ഇന്നും പരിഹരിക്കപ്പെടാത്ത നിരവധി സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയാണ് കേരള ജനത കടന്നുപോകുന്നത്. എന്നിട്ടും എന്ത് ആത്മവിശ്വാസത്തിലാണ് മന്ത്രിയുടെ അവകാശവാദം എന്നതാണ് അത്ഭുതം നൽകുന്നത്. സംസ്ഥാനത്ത് കടുത്ത ധനക്ഷാമം തുടരുന്നുവെന്നും ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സമയബന്ധിത പണം വിതരണം പോലും അനിശ്ചിതമാവുന്നതാണ് യഥാർത്ഥ സ്ഥിതി. കുടിശ്ശികയില്ലാത്ത ഒരു കുടുംബം പോലും ഇന്ന് കേരളത്തിൽ ഉണ്ടാകുമോ എന്നതാണ് ഇന്ന് ഭരണപക്ഷം അന്വേഷിക്കേണ്ടത്. വളർച്ചയുടെ വാചകങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് സർക്കാർ യഥാർത്ഥ സാമ്പത്തിക പ്രതിസന്ധിയെ മറയ്ക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. ബജറ്റ് പ്രസംഗത്തിന്റെ ആരംഭത്തിലെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ധനമന്ത്രി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. കേന്ദ്രം സംസ്ഥാനത്തിന് ലഭിച്ച നികുതി വിഹിതം വെട്ടിക്കുറച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. എന്നാൽ കേന്ദ്രത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നതിൽ മാത്രം കേന്ദ്ര ഭരണകക്ഷി പരിമിതമാവുകയാണ്. സ്വന്തം ധനകാര്യ വീഴ്ചകൾ മറച്ചുവെക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് പോലും കരുതാം. മാധ്യമങ്ങളോട് രാവിലെ സംസാരിക്കുമ്പോഴും ധനമന്ത്രി സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടതായി ആവർത്തിച്ചു. എന്നാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് ആവശ്യമായ സാമ്പത്തിക ഉറവിടങ്ങൾ എവിടെയാണെന്ന് വ്യക്തമല്ല. പണപ്പിരിവിനും ടോൾ ഫീസുകൾക്കും ആശ്രയിച്ച് മാത്രമല്ല ശാശ്വത സാമ്പത്തിക മുന്നേറ്റം സാധ്യമാകുക എന്ന കാര്യം സർക്കാർ മനസ്സിലാക്കണം. കിഫ്ബി പദ്ധതികളിൽ നിന്ന് പണം കണ്ടെത്തുന്നതിനായി ടോൾ ഫീസ് അടക്കമുള്ള അധിക ഭാരം പൊതുജനങ്ങൾക്ക് മേൽ തള്ളുന്നതിനെതിരായ പ്രതികരണങ്ങളും ഇനി ശക്തമാകും. സർവീസ് പെൻഷൻ വർധന സംബന്ധിച്ച കാര്യങ്ങളും സർക്കാരിന്റെ നിലപാട് കൃത്യമായില്ലെന്നാണ് വിമർശനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഗുണമാകുന്നതിന്റെ പേരിൽ വലിയ വാഗ്ദാനങ്ങൾ നടത്തുമ്പോഴും ഭൂരിഭാഗം ജനങ്ങൾക്ക് അതിന്റെ ഫലങ്ങൾ യഥാർത്ഥത്തിൽ ലഭിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. വികസനത്തിന്റെ ടേക്ക് ഓഫിന് തുടക്കം കുറിച്ചെന്ന് സർക്കാരിന്റെ അവകാശവാദം ആവർത്തിക്കുമ്പോഴും യഥാർത്ഥത്തിലെ പൊതുജനങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ എത്രമാത്രം പ്രതിഫലിക്കുമെന്നതാണ് ശ്രദ്ധേയമായ ചോദ്യം.